നമ്മൾ കോയമ്പത്തൂർ ഒരു ദിവസവും സേലം 2 ദിവസം താമസിച്ചു. 2 ദിവസം ഫുള്ള് നടന്നാണ് ഹോൾസെയിൽ തീർത്ത് കണ്ടുപിടിച്ചത്. വലിയ വലിയ ഹാൻഡ്ലൂം, പവർലൂം, പവർലൂം മെഷീനെ കൊണ്ട് സാരി നെയ്യുന്ന, ഹാൻഡ്ലൂം കൈ കൊണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ കയറി ഇറങ്ങി ഇതുവരെ ആരും നോക്കണ്ട, അല്ലെങ്കിൽ ഇവിടെ കയറേണ്ടതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കോഴിക്കോടിലെ മണിയമ്പാസ് കോമപ്പാസ് ഉണ്ട്, ഹോൾസെയിലാണത്. അപ്പോൾ അവരോട് വിളിച്ചപ്പോൾ അവർ നോക്കാനായിട്ട് വരണ്ട, വാങ്ങാനാണെങ്കിൽ പർച്ചേസിനാണെങ്കിൽ മാത്രം വന്നാൽ മതിയെന്ന്. അപ്പോൾ നമുക്ക് നോക്കിയാലല്ലേ വാങ്ങാൻ പറ്റുമോ, നമ്മളെ കടയിലുള്ള ഐറ്റംസ് ആണോ, ഉള്ള വെറൈറ്റി ഉണ്ടോ, ഏത് റേറ്റിനുണ്ട്, നമുക്ക് പറ്റിയ റേറ്റാണോ, നമുക്ക് പറ്റിയ റേറ്റ് പറഞ്ഞാൽ നമുക്ക് ആൾക്കാർക്ക് കൊടുക്കാനും കൂടെ പറ്റണ്ടേ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾ വിളിച്ച് ചോദിച്ചിട്ട് ഇതുപോലെ പോകണം. അപ്പോൾ ചെറിയ ഇതുപോലെ ബിസിനസ് നടത്താൻ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്. ഞാൻ ഇതിനു മുമ്പ് ചിക്ക്പേട്ടയിൽ പോയിട്ടുണ്ടായിരുന്നു, ബാംഗ്ലൂർ. അപ്പോൾ അവിടെ പിന്നെ ഇതുപോലെ അവിടുത്തെ പോലെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല, ഏജൻറ്റുമാരൊന്നും ഉണ്ടായിരുന്നില്ല. തമിഴ്നാട്ടിൽ ഭയങ്കര ഏജൻറ്റുമാർ. എനിക്ക് കാഞ്ചീപുരത്തൊന്നും എനിക്കറിയില്ല, ഞാൻ പോയിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് ഈ സൂറത്തൊക്കെ ഇങ്ങനെ ഏജൻറ്റുമാരുണ്ടോ എന്ന് വെച്ചാൽ അറിയില്ല. നമുക്കൊരുപാട് ബുദ്ധിമുട്ടായത് ഏജൻറ്റുമാരെ കൊണ്ടാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു 35 സെറ്റ് കൊണ്ട് ഓൺലൈൻ വഴി ഓർഡറാക്കി. അത് 2 മിസ്സായി. അവരോട് പറഞ്ഞപ്പോൾ അവർ മിസ്സായതല്ല, അവർ അയച്ചില്ല. അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവർ കമ്പ്യൂട്ടറിൻ്റെ ഫോട്ടോ ഒക്കെ അയച്ചു, അവർ ബില്ലിങ് ശരിയാണെന്നൊക്കെ പറഞ്ഞു. ബില്ലിങ്ങൊക്കെ ശരിയായിരിക്കാം, പക്ഷെ 2 അവർ വിട്ടുപോയി. അപ്പോൾ 2 ഒന്നിക്ക് തിരിച്ചയക്കാൻ, അത് പൈസ അയക്കാൻ പറഞ്ഞു. അവർ 2 ചെയ്തിട്ടില്ല. ശരവണ നെയ്ത്തുകടയാണത്. അപ്പോൾ അതിൽ പിന്നെ ഞാൻ ആർക്ക് ഓർഡർ ഉണ്ടെങ്കിലും ഞാൻ നേരിട്ട് പോയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അവരോട് കൈയോടെ ബില്ലിങ് ആക്കി ഇതൊക്കെയാണെന്ന് എടുത്ത് വെച്ച് അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ 10, 20, 50 പീസ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഓൺലൈനായിട്ട് ഓർഡർ ചെയ്യാറേ ഇല്ല, നേരിട്ട് പോയിട്ട് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ബൈ.